ഫോളോവേഴ്സ് ചോയ്സ്. ഫോളോവറിന്റെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ. ചോദ്യം ഇതാണ്: മരുന്നുണ്ടാക്കുന്ന കമ്പനികൾ ഏതെങ്കിലും ഫുഡ് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ടോ? എക്സലന്റ് ക്വസ്റ്റ്യൻ. മരുന്നുണ്ടാക്കുന്ന കമ്പനികൾ ഫുഡ് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഫുഡ് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്ന കമ്പനികൾ മരുന്ന് കമ്പനികളെ അക്വയർ ചെയ്യുകയും ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. രണ്ടായാലും ഒന്ന് തന്നെയാണല്ലോ അല്ലെ? ഏത് ഫുഡ് കമ്പനി ആയിരിക്കും മരുന്ന് കമ്പനികളെ അക്വയർ ചെയ്യുകയും അവയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്? വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം കുരുവിക്കൂട് തന്നെ. നെസ്ലയുടെ കീഴിലുള്ള നെസ്ലെ ഹെൽത്ത് സയൻസ് എന്ന കമ്പനിയാണ് ഇതെല്ലാം വാങ്ങിക്കൂട്ടുന്നത്. ഏതൊക്കെയാണെന്ന് അറിയണ്ടേ? നോക്കാം. അമേരിക്കയിൽ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന മെഡിക്കൽ ഫുഡ് പ്രൊഡക്ട്സ് കമ്പനിയായ പാം ലാബ് 2013 നെസ്ലെ അക്വയർ ചെയ്തു. വിഷാദം, ഡയബറ്റിക് പെരിഫറൽ ന്യൂറോപ്പതി എന്നീ രോഗങ്ങൾക്കുള്ള മെഡിക്കൽ ഫുഡ് പ്രൊഡക്ട്സുകളാണ് ഇവരുടെ ഉൽപ്പന്നങ്ങൾ. പിന്നീട് 2016 ഇറ്റലിയിലെ ആൽഫ സിഗ്മ എന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനി പാം ലാബ് വാങ്ങുകയുണ്ടായി. രണ്ടാമത് 2011 കാലിഫോർണിയ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന പ്രോമത്തിയോസ് ലാബോറട്ടറീസ് എന്ന കമ്പനി നെസ്ലെ ഹെൽത്ത് സയൻസ് അക്വയർ ചെയ്തിട്ടുണ്ട്. ഈ മെഡിക്കൽ കമ്പനി ഗ്യാസ്ട്രോഎൻട്രോളജി ആൻഡ് ഓങ്കോളജി എന്നീ വിഭാഗങ്ങളിൽ സ്പെഷ്യലൈസ് ചെയ്തവയാണ്. 3 CMNT ഫാർമ. UK ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന കമ്പനിയെ 2011 നെസ്ലെ അക്വയർ ചെയ്തു. വിട്ടുമാറാത്ത വൃക്കരോഗം, ദഹനനാളങ്ങളിലെ രോഗങ്ങൾ എന്നിവയ്ക്കുള്ള മരുന്നുകൾ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന കമ്പനിയാണ് CMNT ഫാർമ. 4 വിറ്റാഫ്ലോ. ശരീരം ഭക്ഷണം എങ്ങനെ സംസ്കരിക്കുന്നു എന്നതിനെ ബാധിക്കുന്ന ജനിതക വൈകല്യങ്ങളുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും ക്ലിനിക്കൽ ന്യൂട്രീഷൻ സൊല്യൂഷൻ ചെയ്യുന്ന കമ്പനിയാണ് വിറ്റാഫ്ലോ. 2010 നെസ്ലെ ഇത് ഏറ്റെടുത്തത്. ഇനി നെസ്ലെ പാർട്ട്ണർഷിപ്പ് ആയിട്ടുള്ളതും ജോയിന്റ് വെഞ്ചറുമായി നടത്തുന്ന കമ്പനികൾ. മെറ്റബോളിക് ഡിസീസിനും ബ്രെയിൻ ഹെൽത്തിനും ഉപയോഗിക്കുന്ന മരുന്നുകൾ ഉണ്ടാക്കുന്ന ചൈന ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ചീമെഡ് 50% ഷെയർ നെസ്ലെ ഹെൽത്ത് സയൻസിനുള്ളതാണ്. അൽഷിമേഴ്സ് ഡിസീസിന് മരുന്നുണ്ടാക്കുന്ന ആക്സറ എന്ന കമ്പനിയും ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ കണ്ടീഷനിൽ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന വൈറ്റൽ ഫുഡ്സ് എന്ന കമ്പനിയിലും നെസ്ലേക്ക് കൂടുതൽ ഓഹരികളുണ്ട്. ഇതൊന്നും ഞാൻ വെറുതെ ഉണ്ടാക്കി പറയുന്നതല്ല കേട്ടോ. നെസ്ലയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അക്വസിഷൻ, പാർട്ണർഷിപ്പ് ആൻഡ് ജോയിന്റ് വെഞ്ചേഴ്സ് എന്ന കാറ്റഗറിയിൽ അവർ തന്നെ ഒഫീഷ്യലായി പുറത്തുവിട്ട കാര്യമാണ് ഇത്. ആർക്ക് വേണമെങ്കിലും ഇത് പരിശോധിക്കാം. ലോകത്തെ വൻകിട കമ്പനിയെ കുറിച്ചിട്ടാണ് ഈ പറഞ്ഞതല്ല. അതുകൊണ്ട് ഈ വീഡിയോ എത്ര സമയത്തേക്ക് അല്ലെങ്കിൽ എത്ര ദിവസത്തേക്ക് ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് കണ്ടവർ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.